ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മോറൽ ഡെവലപ്മെന്റ് തിയറിയാണ്. ഇപ്പൊ ഡെവലപ്മെന്റ് തിയറി പല രീതിയിലുണ്ട്, പല തരത്തിലുള്ള ഡെവലപ്മെന്റ് കുട്ടികളിൽ നടക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും? സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധിപരമായിട്ടുള്ള വികാസങ്ങൾ, അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് വികാസങ്ങൾ ഡെവലപ്മെന്റ് കുട്ടികളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ തിയറീസും ഉണ്ട്. ഈ തിയറീസ് ഒക്കെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. ഇതിൽ നിന്നൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മോറൽ ഡെവലപ്മെന്റ് തിയറിയാണ്. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി അഥവാ നൈതിക വികാസ സിദ്ധാന്തം. നൈതിക വികാസ സിദ്ധാന്തം അല്ലെങ്കിൽ സന്മാർഗിക വികാസ സിദ്ധാന്തം എന്നൊക്കെ പറയും മോറൽ ഡെവലപ്മെന്റ് തിയറി. അപ്പൊ കോൾബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹമാണ് തന്റെ പഠനത്തിലൂടെ ഇത്തരം ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഓർത്തു വെക്കാം. അപ്പൊ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത്, ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി, മോർസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് മോറൽ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. മോർസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മോറൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചോദിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടിയല്ലോ. ഓക്കെ, ഇനി കോൾബർഗിലേക്ക് തിരിച്ചു വരാം. കോൾബർഗ് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ദെൻ ഇദ്ദേഹം തന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറി വികസിപ്പിച്ചെടുക്കുന്നത് ഹൈൻസ് ഡിലേമ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. എന്താണ് ഹൈൻസ് ഡിലേമ എന്ന് നോക്കാം. നമുക്ക് ഇതൊരു കഥ പോലെ മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പം ഈ ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൾബർഗ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു സെറ്റ് ഓഫ് കുട്ടികൾ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒരു സെറ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഇവരുടെ ഇടയിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കഥ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കഥയാണ് ഹൈൻസ് ഡിലേമ അല്ലെങ്കിൽ ഹൈൻസിന്റെ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, ഹൈൻസ് ഡിലേമ, ആ പേര് ഓർത്തു വെക്കുക. ഹൈൻസ് ഡിലേമ എന്ന് പറയുന്നത് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഹൈൻസ് ഡിലേമ എന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. പല ഏജിലുള്ള കുട്ടികളും ഉണ്ട് അതിൽ. എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹം ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു. എന്തായിരുന്നു ആ കഥ? ഹൈൻസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഈ ഹൈൻസിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര അസുഖം, എന്തോ മാരകമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. അപ്പൊ ഭാര്യ ഇപ്പൊ മരിക്കും എന്നുള്ള അത്തരം ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഈ ഹൈൻസിന് ഈ ഭാര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള രോഗത്തിനുള്ള മരുന്ന് കിട്ടണം. അപ്പൊ ഈ മരുന്നിനാണെങ്കിൽ ഒടുക്കത്തെ വിലയും, ഹൈൻസിനെ കൊണ്ട് ഒരു തരത്തിലും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഹൈൻസ് പല ആളുകളെ സമീപിച്ചു, എനിക്ക് കുറച്ച് സഹായിക്കണം, ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാനാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം ഒരു രക്ഷയില്ലാതെ ഹൈൻസ് എന്ത് ചെയ്തു, ഈ മരുന്ന് ഉള്ള സ്ഥലത്ത് ആ ഒരു ലാബിൽ, ആ ഒരു ഫാർമസിയിൽ കയറിയിട്ട് മരുന്ന് മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഹൈൻസ് മരുന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഫാർമസിയിലേക്ക് കയറുകയാണ്. അപ്പൊ കോൾബർഗ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ കുട്ടികളോട് ചോദിക്കുകയാണ്, ഹൈൻസ് മരുന്ന് മോഷ്ടിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് മരുന്ന് മോഷ്ടിക്കുന്നത്, ശരിയാണോ തെറ്റാണോ? അങ്ങനെയുള്ള ഒരു ചോദ്യം എന്ത് ചെയ്തു, കോൾബർഗ് കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു, ശരിയാണ്, തെറ്റാണ്, അങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, ഹൈൻസ് ഡിലേമ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്ത് കുട്ടികളോട് ചോദിച്ചു. ആ ഉത്തരങ്ങളെ ഇദ്ദേഹം അനലൈസ് ചെയ്തിട്ടാണ് കോൾബർഗ് ഈ ഒരു മോറൽ ഡെവലപ്മെന്റ് തിയറിയിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഹൈൻസ് ഡിലേമ എന്നുള്ള പേര് ഓർത്ത് വെക്കാം. ദെൻ തന്റെ തിയറി അദ്ദേഹം 2 ബുക്സിലൂടെയാണ് പുറത്ത് വിട്ടത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ബുക്കിന്റെ പേരൊന്ന് ഓർത്ത് വെക്കുക, ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, ദെൻ ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഒന്ന്
1981 മറ്റത് 1983 രണ്ട് ബുക്സ് ആണ് ഇദ്ദേഹം പ്രധാനമായിട്ടും പുറത്തിറക്കിയിട്ടുള്ളത്. ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആൻഡ് ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് തിയറിയിലേക്ക് കടക്കാം. എന്താണ് മോറൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് കോൾബർഗ് പറയുന്നത്? അപ്പോ കോൾബർഗിന്റെ തിയറിയിൽ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, കോൾബർഗ് എന്ത് ചെയ്തു? ഈ ഒരു മോറൽ ഡെവലപ്മെന്റിനെ 3 ലെവൽസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കുട്ടികളിലുള്ള മോറൽ ഡെവലപ്മെന്റിനെ ഇദ്ദേഹം എന്ത് ചെയ്തു? 3 ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ എഗെയിൻ ഈ 3 ലെവൽസിനെ ആദ്യം അദ്ദേഹം 3 ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ ഓരോ ലെവലും വീണ്ടും 2 സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, സോ 3 ലെവൽസ് ഉണ്ട്, 6 സ്റ്റേജസ് ആണുള്ളത്. അത് ഓർത്ത് വെക്കണം. ഇത് കൺഫ്യൂസിങ് ആയിട്ട് എക്സാമിന് നിങ്ങൾക്ക് കാണാവുന്ന ഒരു ചോദ്യം. കാരണം എത്ര ലെവൽസ് ആണെന്ന് ചോദിക്കും. ഓപ്ഷനിൽ 3 ഉണ്ടാവും, 6 ഉണ്ടാവും. അപ്പൊ ഓർത്ത് വെക്കുക, 3 ലെവൽസ് ആണ്, 6 സ്റ്റേജസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ ലെവൽസ്? ഒന്നാമത്തെ ആണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, ദെൻ കൺവെൻഷണൽ മൊറാലിറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത എന്തായിരിക്കും? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. യാഥാസ്ഥിതിക സദാചാര ഘട്ടം, അതാണ് കൺവെൻഷണൽ. പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി, മലയാളം. യാഥാസ്ഥിതിക സദാചാരം, അതാണ് കൺവെൻഷണൽ. അപ്പോ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്തായിരിക്കും? പൂർവ യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ഓക്കെ, സോ ആ പേര് ജസ്റ്റ് ഓർത്ത് വെക്കുക. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ഉണ്ട്, കൺവെൻഷണൽ മൊറാലിറ്റി ഉണ്ട്, ദെൻ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. 3 ലെവൽസ് ആണ്. ദെൻ ഈ 3 ലെവൽസിനെയും ഓരോ ലെവൽസിനെയും ഇദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സോ ഇതൊക്കെ ലെവൽസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേജസ് ആണ്. സ്റ്റേജസ്. സോ ഇവിടുത്തെ ഏജും നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് 4 വയസ്സ് മുതൽ ഏകദേശം 10 വയസ്സ് വരെയാണ്. ഓക്കെ, അതേപോലെ തന്നെ കൺവെൻഷണൽ യാഥാസ്ഥിതിക സദാചാര ഘട്ടം 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഉണ്ടാവുക. 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ളത്. ഇനി എബവ് 13 ആണെങ്കിൽ, എബവ് 13 അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയും. എബവ് 13 വരുന്നതാണ് കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഏജും കൂടെ ചേർത്ത് പഠിക്കുക. ഓക്കെ, ഇനി സ്റ്റേജസിലേക്ക് വരുന്ന സമയത്ത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ആ ഒരു സ്റ്റേജിനെ വീണ്ടും 2 ആയിട്ട്, ആ ഒരു ലെവലിനെ വീണ്ടും 2 സ്റ്റേജുകളായിട്ടാണ് കോൾബർഗ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് സ്റ്റേജ് 1, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. എന്ന് വെച്ചാല് ഈ ഒരു പ്രായത്തില് കുട്ടികള് അടി കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശരി തെറ്റ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം ചെയ്തു, ഒരു കുട്ടി ഒരു കാര്യം ചെയ്തു, തെറ്റാണ് ചെയ്തതെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അടി കിട്ടും. ആ കുട്ടിക്ക് നല്ല അടി കിട്ടും. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് അടി കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു പണിഷ്മെന്റ് കിട്ടും എന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പൊ പണിഷ്മെന്റ് കിട്ടുന്നതെല്ലാം തെറ്റാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കും. അങ്ങനെയാണ് ഈ ഒരു പ്രായത്തില് കുട്ടി എന്ത് ശരിയും തെറ്റും തിരിച്ചറിയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ആണ്. ശിക്ഷ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ കുട്ടി എന്ത് ചെയ്യും? അനുസരണ കാണിക്കും. അപ്പൊ പണിഷ്മെന്റ് കിട്ടുന്നത് തെറ്റും പണിഷ്മെന്റ് കിട്ടാത്തത് ശരിയും. ഇങ്ങനെയാണ് കുട്ടി ശരിയെയും തെറ്റിനെയും മനസ്സിലാക്കി വെക്കുന്നത്. ഇനി ഈ ഒരു ലെവലില് ടുവേർഡ്സ് ദി എൻഡ്, ഒരു 10 വയസ്സോടൊക്കെ അടുക്കുന്ന സമയത്ത് ഇവിടെയാണ് ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിലേറ്റിവിസ്റ്റിക് ഓറിയന്റേഷൻ എന്ന് പറയാം. ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിലേറ്റിവിസ്റ്റിക് ഓറിയന്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ റിവാർഡ് ഓറിയന്റേഷൻ എന്നും കൂടെ പറയാറുണ്ട്. എന്ന് വെച്ചാല് ഇപ്പൊ ഞാനൊരു നല്ല കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്തു. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിക്ക് ഒരു റിവാർഡ് കൊടുക്കുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്യും?
റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ശരി ചെയ്താൽ എനിക്ക് റിവാർഡ് കിട്ടും, തെറ്റ് ചെയ്താൽ എനിക്ക് റിവാർഡ് കിട്ടില്ല എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. അപ്പൊ ശരികൾ അതെന്ത് ചെയ്യും, ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇപ്പോ നമ്മൾ ചെറിയ കുട്ടീനോടൊക്കെ പറയാണ്, നീ ആ ചോറ് മൊത്തം കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ മുട്ടായി വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു തരും, മഞ്ച് വാങ്ങിച്ചു തരും എന്നൊക്കെ നമ്മൾ പറയാണ്. സോ ആ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് കുട്ടി ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയന്റേഷൻ അല്ലെങ്കിൽ റിവാർഡ് ഓറിയന്റേഷൻ. റിവാർഡ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവലില് നമ്മൾ 2 സ്റ്റേജസ് ആക്കി. ആദ്യത്തേത് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷനും രണ്ടാമത്തേത് ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയന്റേഷൻ. ഇനി കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ഒരു ലെവലിൽ വരുന്നത്, കൺവെൻഷണൽ മൊറാലിറ്റി. അതിൽ തന്നെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് ഓറിയന്റേഷൻ. ആ പേരൊക്കെ, ആ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ പല ബുക്സ് ആയിരിക്കും റെഫർ ചെയ്യുന്നത്, അപ്പൊ ആ ബുക്സിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരാനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പേരിലൊക്കെ, പക്ഷെ സംഭവം ഒന്ന് തന്നെയാണ്, അത് മനസ്സിലാക്കി വെക്കും. ഓക്കെ, സോ ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് ഓറിയന്റേഷൻ എന്ന് വെച്ചാല് ഇതിനെ നമ്മൾ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്നും കൂടെ പറയും. ഗുഡ് ബോയ് ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് നൈസ് ഗേൾ എന്നും കാണാം നിങ്ങൾക്ക് ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ. അപ്പൊ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്ന് വെച്ചാല് നമുക്ക് കുട്ടിക്ക് എന്താ പറയാ, ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ്, ആ പേരിൽ തന്നെ ഉണ്ട് ഗുഡ് ഗേൾ, ആ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ എനിക്കൊരു നല്ല കുട്ടിയായിട്ടിരിക്കാം, എനിക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടും. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കുട്ടി ശരി തെറ്റുകൾ ചെയ്യുന്നു. അപ്പൊ ബാക്കിയുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു, ബാക്കിയുള്ളവർ തന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു, അതിനനുസരിച്ചാണ് കുട്ടി ഇവിടെ പെരുമാറുന്നത്. ശരി തെറ്റുകൾ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെയാണ്. ഇനി നമ്മൾ തൊട്ടു മുന്നേ റിവാർഡ് ഓറിയന്റേഷൻ പറഞ്ഞില്ലേ, തൊട്ടു മുന്നത്തെ സ്റ്റേജ്. അവിടെ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളിപ്പം ചില കുട്ടികള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാരന്റ്സിന് വേണ്ടിയിട്ട് വായിക്കും. ഇപ്പൊ പുസ്തകമൊക്കെ വായിക്കാൻ പറഞ്ഞാല് അവര് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കും വായിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സിനെ പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ എന്താ, ഒരു മേക്ക് ബിലീഫ് ആയിരിക്കും അവിടെയുള്ള കുട്ടിക്ക്, ഒരു മേക്ക് ബിലീഫ് ചിന്തയായിരിക്കും ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ഇവിടെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടി നല്ല കുട്ടിയാണ്, നീ ഒരു നല്ല കുട്ടിയാണ്, ഇത് കേൾക്കാനാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവര് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതാണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. ഈ ഒരു തേർഡ് ആൻഡ് ഫോർത്ത് അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ എന്ന് പറയുന്നത് അധികവും നിങ്ങൾ ആ ഏജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു അഡോളസെന്റ് ഗ്രൂപ്പിലേക്ക്, ആ ഒരു ഏജിലേക്ക് വരുന്ന കൗമാര പ്രായക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള സമയത്ത് നമുക്ക് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് ആണ് കുട്ടി, ആ ഒരു സ്റ്റേജിലാണ് കുട്ടി ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ പാരന്റ്സിനും ഒരുപാട് റോൾ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേജ് ആണ് ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പൊ കുട്ടി എന്താണ് വിചാരിക്കുന്നത്, ഈ റൂൾസ് ഒബേ ചെയ്യേണ്ടത് സ്വന്തം കടമയായിട്ട് കുട്ടി മനസ്സിലാക്കുന്നു. ഇപ്പൊ സ്കൂളില് 10 മണിക്ക് ബെല്ലടിക്കും, അപ്പൊ 10 മണിക്ക് മുമ്പേ സ്കൂളിൽ എത്തുക എന്നുള്ളത് തന്റെ ഒരു കടമയായിട്ടാണ് കുട്ടി മനസ്സിലാക്കുന്നത്. ആ കടമ നിറവേറ്റി കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല കുട്ടിയായിട്ട് സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യും എന്നത് മനസ്സിലാക്കുന്നു. സോ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ ആണ്. സമൂഹത്തിൽ ഓൾറെഡി ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അനുസരിക്കുക എന്നുള്ളതാണ് തന്റെ കടമ എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ആ റൂൾസും റെഗുലേഷൻസും അനുസരിക്കുന്നതിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, ശരി തെറ്റുകൾ മനസ്സിലാക്കുന്നു. അപ്പം
ഓൾറെഡി ഉള്ള റൂൾസ് അതെന്താണ് ശരിയായിട്ടും ആ റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് തെറ്റായിട്ടുമാണ് കുട്ടി ഈ ഒരു സ്റ്റേജിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ലെവൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയും. ഇതും നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 5th സ്റ്റേജും അതേപോലെ തന്നെ 6th സ്റ്റേജും. ഇതില് 5ാമത്തെ സ്റ്റേജ് സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ. ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, സമൂഹത്തിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള റൂൾസ് കുട്ടി കണ്ണു അടച്ചിട്ട് വിശ്വസിക്കുക ചെയ്യുന്നത്. ആ റൂൾസ് ഒബേ ചെയ്യുന്നത് തന്റെ കടമയാണ് എന്ന് കുട്ടി വിശ്വസിക്കുന്നു. പക്ഷെ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടി സ്വയം വിലയിരുത്തുന്ന ഒരു സ്റ്റേജ് ആണ്. ഈ റൂൾസ് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഇത് ഒബേ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഉപദ്രവം ചെയ്യുന്നുണ്ടോ, ഇത് എല്ലാവർക്കും നന്മയാണോ കൊടുക്കുന്നത് എന്നൊക്കെ കുട്ടി ചിന്തിക്കുന്ന ഒരു ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. 13 years and above ഈ ഒരു ഏജിലാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജില് നേരത്തെ എല്ലാ നിയമങ്ങളും ബ്ലൈൻഡ് ആയിട്ട് ഒബേ ചെയ്ത കുട്ടി ഇവിടെ എന്ത് ചെയ്യും, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിയമങ്ങൾ മാത്രം, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം അവര് ഒബേ ചെയ്യും. ബാക്കിയുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിനെ ഒന്ന് എന്താ പറയാ വിലയിരുത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആണ് സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റേജ് എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയന്റേഷൻ. ഇത് കുറച്ചുകൂടെ അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുക. എത്തിക്കൽ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ലൈക്ക് വസുദൈവ കുടുംബകം അല്ലെങ്കിൽ ലോകമേ താറവാട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പലിനെ നമ്മൾ ഒബേ ചെയ്യുന്നു. എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ഒരു പുരോഗതിക്ക്, സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള റൂൾസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വിലയിരുത്തും. എന്നിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നമ്മൾ നിർദ്ദേശിക്കും. അതിനനുസരിച്ച് നമ്മൾ പുതിയ റൂൾസ്, നമുക്ക് മനസാക്ഷിക്ക് അനുസരിച്ച് പുതിയ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഗാന്ധിജി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ഈ ഒരു യൂണിവേഴ്സൽ എത്തിക്കൽ ഓറിയന്റേഷൻ ഇത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ കോൾബർഗ് എന്ത് ചെയ്തു, മോറൽ ഡെവലപ്മെന്റിനെ 3 ലെവൽസ് ആയിട്ടും 6 സ്റ്റേജസ് ആയിട്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് പ്രീ കൺവെൻഷണൽ ലെവൽ. ഈ ഒരു പ്രീ കൺവെൻഷണൽ ലെവലില് 4 to 10 years ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 4 to 10 years അതിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേതില് അവോയ്ഡിങ് പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടിയിലുള്ള മോറൽ ഡെവലപ്മെന്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിവാർഡുകളാണ് മോറൽ ഡെവലപ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ലെവല് കൺവെൻഷണൽ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയന്റേഷൻ അത് വരുന്നുണ്ട്. ദെൻ ലോ ആൻഡ് ഓർഡർ മൊറാലിറ്റി. ഓക്കെ, ദെൻ ഫൈനൽ ലെവലിലേക്ക് എത്തുമ്പോഴാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി അഥവാ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സോഷ്യൽ കോൺട്രാക്റ്റും യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ സ്റ്റേജും. ഓക്കെ, സോ ഇങ്ങനെ 3 ലെവൽസും 6 സ്റ്റേജസും ആണ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ ഉള്ളത്. അപ്പം ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഹൈൻസ് ഡിലേമ എന്നുള്ള ആ ഒരു പേര് ഓർത്ത് വെക്കണം. അവരുടെ ബുക്ക് 2 ബുക്സ് നമ്മൾ മെൻഷൻ ചെയ്തു, അതിന്റെ പേര് ഓർത്ത് വെക്കുക. ജസ്റ്റ് അത് ചോദിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടി, അപ്പൊ ഒന്നും നമ്മൾ വിട്ട് കളയാൻ പാടില്ല. പിന്നെ ഓരോ സ്റ്റേജസിലും ഇപ്പൊ നിങ്ങളോട് ചോദ്യം വരികയാണ്, ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ ഏത് സ്റ്റേജ് ആണ്, കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തത്തിലെ ഏത് സ്റ്റേജ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം സ്റ്റേജ് 3 ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി അല്ലെങ്കിൽ സ്റ്റേജ് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് വരുന്നതെന്ന് ചോദിക്കും, അപ്പൊ സെക്കൻഡ് ലെവൽ 2 ആയിട്ടുള്ള കൺവെൻഷണൽ മൊറാലിറ്റിയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. കൂടുതൽ തിയറിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.